ആശാൻ റിലീസായതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്, അതിൻ്റെ വിജയത്തിലിരിക്കുകയാണ്, റെസ്പോൺസൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ കൂടുതലായിട്ട് ചോദിക്കുന്നത് ആട് 3നെ കുറിച്ചിട്ട് ഇപ്പം എന്താ പറയാൻ പറ്റും? ആട് 3നെ പറ്റിയിട്ട് ഇപ്പം എന്താ നിലവിൽ പറയാൻ പറ്റും? അത് ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ നമ്മളെല്ലാവരും മനസ്സിൽ കണ്ടിരിക്കുന്ന ആടിൻ്റെ വേറൊരു നിറത്തിലായിരിക്കും ഇപ്പം കാണാൻ പറ്റുന്നത്. വേറൊരു ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ. എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഷൂട്ട്? അത് കുറേ എനിക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നു, ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു. പാലക്കാട് കുറേ സ്ഥലം, പാലക്കാട്, തൊടുപുഴ, കോയമ്പത്തൂർ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. ഇപ്പോൾ ആട് 2 ആണെങ്കിലും ഷാജി പാപ്പൻ, ജയസൂര്യചേട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര രീതിയിൽ വൈറലായ കാര്യമാണ്. അപ്പോൾ ഈ ഇപ്പോൾ ആട് 3 വരുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര അതൊക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ അവരുടെ വേറെ കുറേ ഗെറ്റപ്പുകളുണ്ട്. അതുകൊണ്ടാണ് അത് കണ്ടാൽ അത് പിടികിട്ടുള്ളത്. അങ്ങനെ ഒരു രീതിയിലാണ് അതിപ്പോൾ പിടിച്ചേക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട് 3-ൽ 3 ഗെറ്റപ്പ് 4 ഗെറ്റപ്പ് വരുന്നുണ്ട് എന്നതൊക്കെ. അതിനൊക്കെ അധികം ടൈം എടുത്താൽ ഒരുപാട് സമയം. റോണക്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ മേക്കപ്പ്. ഇത് നമ്മളെ ആശാൻ പോലെ തന്നെ എനിക്ക് നല്ല എല്ലാവർക്കും ഭയങ്കര വിനായകനും ഒക്കെ വളരെ വ്യത്യാസമുള്ള ഒരു ഗെറ്റപ്പും കാര്യങ്ങളും. അയാൾ ഒരുപാട് വർക്ക് ചെയ്ത മേക്കപ്പ് അതിനൊക്കെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം വർക്ക് ഗംഭീരമായിരിക്കും. ശശി ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതേ കോസ്റ്റ്യൂമിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അത് നമുക്ക് പണ്ട് തുടങ്ങിയപ്പോഴൊരു ആവേശം ഇങ്ങ് വരും. അതേപോലെ തന്നെ എനർജി വീണ്ടും കിട്ടുമോ? അതേപോലെ തന്നെ വേറൊരു കാര്യം, മാർച്ചല്ലേ റിലീസ് ആവുന്നത്? മാർച്ച്. ആട് 2-ൽ ഇല്ലാത്ത കുറെ ആൾക്കാർ ആട് 3-ൽ വരുന്നു. ഒരുപാട് വലിയൊരു ക്രൗഡാണ് ഉണ്ട് ആ പടം. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ചരിത്ര പടമൊക്കെ പറയുന്ന പോലെയൊക്കെ അങ്ങനെ ഒരു ചരിത്രമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആട് ഇന്ദ്രൻ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ മിഥുൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? നല്ല പണിയുണ്ട്, നമുക്ക് നല്ല കളിയുണ്ടെന്നൊക്കെ നമ്മുടെ മിഥുൻ മാനുവൽ പറഞ്ഞു. അപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറേ ഗെറ്റപ്പിൽ കുറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റിനും നല്ല പണി ഉണ്ടായിരുന്നു. ആട് 2-ലുള്ള ആരായിട്ട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു? സണ്ണി വേലി, അങ്ങനെ എല്ലാവരും. മറ്റു നമ്മളെ വിജയ് ബാബു സാറൊക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും എക്സൈറ്റിംഗ് ആയി തോന്നുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് കറുപ്പ്. അത് എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? കറുപ്പ് 1 മാസം കൂടുതലുണ്ടായിരുന്നു. 1 മാസത്തിൽ കൂടുതലുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? മലയാളത്തിൽ ഒരു ചെറിയ സെറ്റിലൊക്കെ പോയിട്ട് വീണ്ടും അവിടുത്തെ വലിയ സെറ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ മനസ്സിൽ കുറേ സങ്കല്പിച്ച് കൂട്ടിയിട്ടാണല്ലോ പലപ്പോഴും വിളിക്കുമ്പോഴത്തേക്ക് പിൻവലിഞ്ഞ് നിന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് വെച്ച പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കേട്ട് കഴിയുണ്ട് അവിടുത്തെ രീതികളൊക്കെ. ഷൂട്ടിംഗ് ടൈമിൽ എന്താണ് സൂര്യ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ആളങ്ങനെ ഭയങ്കര ഒതുങ്ങി. അവരെ കാണുമ്പോൾ നമ്മൾ കുറേ കൂടെ അങ്ങ് ചെറുതാവും ഭയങ്കരമായിട്ട്. പുള്ളി ചേട്ടൻ്റെ മുന്നത്തെ പടങ്ങൾ ഏതെങ്കിലും കണ്ടതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാണും, ഒരുപാട് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് 2018 അതിൻ്റെയൊക്കെ ഡയറക്ടർ കാണാറുണ്ട്, അവരെന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ അവരെല്ലാം മലയാള പടമൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാം മൊത്തത്തിലിപ്പം എല്ലാവരും നമ്മളെ സിനിമകൾ കാണുന്നുണ്ട്. പണ്ടത്തെ പോലെ നമ്മളതിനെയൊക്കെ പൊളിച്ച് എല്ലായിടത്തേക്കും പോയല്ലോ. പുതിയ ഇതൊക്കെ വന്നതിന് ശേഷം കഥാപാത്രം മലയാള കഥാപാത്രമല്ല, മലയാളം ചേർന്ന തമിഴാണ്, അങ്ങനെയാണ്? ഒരു മലയാളി ക്യാരക്ടറാണ്. അവിടെ ചെന്ന് ഒരാവശ്യമായിട്ട് ചെന്നൈക്ക് പോകുന്ന ഒരു അച്ഛനും മലയാളിക്ക് പ്രേക്ഷകന് കയ്യടിക്കാൻ ലെവലിലുള്ള ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രമായിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊരു കയ്യടിയല്ല, ആ ഒരു സിനിമയുടെ ഒരു പിന്നുള്ളൊരു തലം നമ്മുടെ ഈ ഒരു ക്യാരക്ടറിലൂടെ തുടങ്ങുന്നതാണ്, അങ്ങനെ പോകുന്നതാണ്. സാധാരണ ഒരു അമാനുഷികതയൊന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു കുടുംബം എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നൊരു കാര്യം, അതിനെ സഹായിക്കാൻ വരുന്നവരും അതിനെ ഹെൽപ്പും സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന് മുന്നേ കുറേ സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറുപ്പതല്ലാതെ തമിഴിൽ നിന്ന് കുറേ കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. 50 കഴിഞ്ഞ് ഒത്തിരി പേര് വിളിച്ചു. പക്ഷേ ഇവിടെ എപ്പോഴും നമുക്ക് വർക്കുണ്ട്, പിന്നെ പേടിയുണ്ട്. നമ്മൾ ഇത് വിട്ടിട്ട് നമുക്ക് വഴങ്ങാത്തൊരു ഭാഷയിലേക്ക് പോയിട്ട് അവിടെ ഇവിടെ ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പോകാത്ത മൊത്തത്തിൽ ഹാപ്പിയാണ്.
ആ നമുക്ക് പറ്റുമായിരുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് പോയത്. ഇനി ഇത് ഈ ആട് 3യും കറുപ്പും അല്ലാതെ വേറെ വരാനുള്ള പ്രൊജക്ട് ഏതൊക്കെയാണ്? അനന്തൻ കാടുണ്ട്, CN കൃഷ്ണകുമാർ, മുരളി ഗോപിസാണ്, മറ്റേ ഇവരുടെയാണ് എന്തൊരു മിനി സ്റ്റുഡിയോ ചെന്നൈ, മിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ചെന്നൈ അവരുടെ. അതാണ് 3 പടങ്ങളാണ് ഇനി വരാൻ. അത് ആര്യയും മുരളി ഗോപിയും. അതും വലിയ പടമാണ്, വലിയ ക്യാരക്ടറുമാണ്, നല്ല ക്യാരക്ടറും. പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് 3 ഇനി വരാനുള്ളത്. ഓക്കെ, അപ്പോൾ 2026 തകർക്കട്ടെ. താങ്ക് യു. ഓക്കെ താങ്ക് യു.